SDPI എത്തുന്ന പണമിടപാടുകളിൽ അടിമുടി ദുരൂഹതയെന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. കള്ളപ്പണം, ഹവാല ഇടപാടുകളിലൂടെ കള്ളപ്പണം വെളുപ്പിക്കൽ എന്നാണ് ED ഇപ്പോൾ പറയുന്നത്. ശരിക്കും ഇതിൽ നിന്നല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് PFIക്ക് കൂട്ടുനിൽക്കുന്ന അല്ലെ PFIക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന തന്നെയല്ലേ SDPI? അത് PFI എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട്, അവരുടെ വേറൊരു രൂപമാണ് SDPI. പിന്നെ ഇതിനകത്ത് അതൊരു അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയായി മാറി എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിനകത്ത് ചില നിയമപരമായിട്ടുള്ള ചില തടസ്സങ്ങൾ നിൽക്കുന്നുണ്ട്. അതില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ SDPIയെ രാജ്യത്ത് നിന്ന് നിരോധിച്ചതിനെ അതിൻ്റെ മുതിർന്ന നേതാക്കളൊക്കെ പോപ്പുലർ ഫ്രണ്ടുകാരോടൊപ്പം തന്നെ കൽത്തുറുങ്കിലും കഴിയാം. എന്നിട്ടും SDPIയുടെ ഒരു അഖിലേന്ത്യാ നേതാവിനെ അറസ്റ്റ് ചെയ്തില്ലേ, ഫൈസി, അത് മലയാളിയാണ്. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇവരുടെ അനധികൃതമായിട്ടുള്ള ഇടപാടുകൾ അതിനെക്കുറിച്ച് വിവരം ലഭിക്കുന്നത്. അതിനെ തുടർന്നാണ് ഈ പാലക്കാട് മാത്രമല്ല, പാലക്കാട്, കോട്ടയം, കോയമ്പത്തൂരിലെ ഒരു വഹിദൂർ റഹ്മാൻ, പാലക്കാടുള്ള കബീർ, കോട്ടയത്തുള്ള നിഷാദ് നിഷാദ് എന്ന് പറയുന്നത് SDPI നേതാവും കൂടിയാണ്. അപ്പൊ ഇവരെ എല്ലാം ഈ ഫൈസിയെ ചോദ്യം ചെയ്തതിന്റെ പ്രകാരമാണ് ഇത്തരം റെയ്ഡുകളും കാര്യങ്ങളും പരിശോധനകളും ഒക്കെ ED നടത്തുന്നത്. ഈ പാലക്കാട് ഒരു കബീറുണ്ട്, അത് അദ്ദേഹത്തിന്റെ വീടല്ല, കൊട്ടാരത്തില് റെയ്ഡ് നടത്തി എന്നാണ് പറയുന്നത്. പാലക്കാട് SDPIക്കാരുണ്ട്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചപ്പോൾ അവിടെ ആദ്യ ആഹ്ലാദ പ്രകടനം നടത്തിയതും ആരുടെ വോട്ടിലാണ് ഭൂരിപക്ഷം ഉയർത്താൻ കഴിഞ്ഞതെന്നും വിളിച്ചു പറഞ്ഞത് SDPIക്കാരാണ്. ഈ SDPIയുടെ മുഴുവൻ പിന്തുണയും UDFന് കിട്ടുകയും ചെയ്തു. അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, ഇത് ആരാണ് ഇവരെയൊക്കെ വളർത്തുന്നത്? മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ്. LDFനും ഇവരെയൊക്കെ ഒരു കാലത്ത് ചുമന്നുകൊണ്ട് നടന്നിട്ടുള്ളതാണ്. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് തന്നെ ആലപ്പുഴയിൽ ആദ്യ സമയത്ത് നടത്തിയ മുദ്രാവാക്യം, ആ മുദ്രാവാക്യം വിളിച്ചത് അരിയും മലരും കുന്തിരിക്കവും കരുതിക്കവും ഇതിൻ്റെയൊക്കെ കാലന്മാർ വരുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഭയന്നു പോയില്ലേ ഇത്തരത്തിലൊരു മുദ്രാവാക്യം വിളിച്ചപ്പോൾ? കോടതി ഉടനെ പറഞ്ഞതാണ്, ഇടപെടണം, അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു ഇളം മുറം പോപ്പുലർ ഫ്രണ്ടുകാരനെ ഒരു മുതിർന്ന പോപ്പുലർ ഫ്രണ്ടുകാരൻ്റെ തോളത്തിരുന്നു കൊണ്ടാണ് ഇത് വിളിപ്പിച്ചത്. എത്ര ദിവസം കഴിഞ്ഞാണ് അറസ്റ്റ് നടന്നത്? അതൊരു പേരിന് വേണ്ടി മാത്രമായിരുന്നു. ഇവരെ വേണ്ട തരത്തിൽ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ സർക്കാരായാലും, അതായത് LDF ആയാലും UDF ആയാലും ചെയ്തിട്ടുള്ളത്. ഇവരുടെയൊക്കെ ആനുകൂല്യം അവർക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത്. ഇപ്പോൾ അവർ മറുപക്ഷത്ത് നിൽക്കുന്നത് കൊണ്ടാണ് പിണറായി വിജയൻ തന്നെ എന്താണ് പറഞ്ഞത്? വയനാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞത്, ലീഗ് ഇവരെയൊക്കെ സംരക്ഷിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമി, SDPI, വെൽഫെയർ പാർട്ടി എന്നീ വർഗീയ കക്ഷികളെ സംരക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവർക്കൊക്കെ വിദേശത്ത് നിന്ന് നല്ല ഫണ്ടിങ് ഉണ്ട്. അതെ, അതന്നെ ഇപ്പൊ ED പറയുന്നത്. വിദേശ രാജ്യം ഇപ്പൊ റംദാൻ മാസവും കൂടെ ആയപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നമ്മളിങ്ങനെ നൽകുമല്ലോ, ഇതേ സംഘടനയ്ക്കൊക്കെ വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിൽ പണം നൽകുമല്ലോ. ഇതിപ്പം ഈ SDPIയുടെ ഈ സംഘടനയിലേക്ക് അധികമായിട്ട് വരുന്ന ഈ ഫണ്ട് ED പരിശോധന ചെയ്തപ്പോഴാണ് മുൻകൂട്ടി, അതായത് നൽകിയവരെല്ലാം മുൻകൂട്ടി ഫണ്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ഈ കള്ളപ്പണം ഒഴുക്ക് അത് വെളുപ്പിക്കുക എന്നുള്ള പരിപാടിയാണ്, ഹവാല ഇടപാട് തന്നെയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. കൃത്യമായിട്ട് ED അത് പൊളിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഈ PFI എന്ന് പറയുന്ന നമ്മൾ നിരോധിച്ചിരിക്കുന്ന സംഘടനയ്ക്ക് തുല്യം. പണ്ട് PFIക്ക് വേണ്ടിയിട്ടാണ് വിദേശങ്ങളിൽ നിന്ന് ഫണ്ട് ഒഴുകിക്കൊണ്ടിരുന്നത്. അതിപ്പോ PFI SDPIക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന ലിങ്കുകൾ, ശരിക്കും ഇവര് ലിങ്കുകൾ, ഞങ്ങൾക്ക് പണം സ്വീകരിക്കാൻ പറ്റുന്നില്ല, നമുക്കൊരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഇന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകാൻ പറ്റില്ല, എന്നാൽ നിങ്ങൾ എടുത്തോ എന്നുള്ള തരത്തിലുള്ള ഇടപാട്. അതായത് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല, ഇത് ഇന്ന ലിങ്കുകളുണ്ട്, ഇന്ന ഇടത്തു നിന്നാണ് വരുന്നത്, കൃത്യമായിട്ട് SDPIക്ക് വിവരം കൊടുത്തിട്ട് ഇപ്പം എല്ലാ ഫണ്ടുകളും എല്ലാ
ഇടപാടുകളും SDPIക്കാണ് നൽകുന്നത്. അവിടുന്ന് ഫണ്ട് ഒഴുകുന്നതും SDPIയുടെ അക്കൗണ്ടിലേക്കാണ്. അപ്പൊ ശരിക്കും PFI എന്നുള്ള ഒരു പേരുമാറ്റം മാത്രമേ മാറിയിട്ടുള്ളൂ. PFI എന്നുള്ള ഒരു സംഘടനയുടെ പേരുമാറ്റം മാത്രമേ SDPI എന്നുള്ളത് ആക്കിയിട്ടുണ്ട് എന്നതാണ് ഇതിന്റെ അർത്ഥം, അല്ലേ? ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻനിര നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അതിൻ്റെ അടുത്ത നിരയിലുള്ളവരെയും അറസ്റ്റ് ചെയ്തു. ബാക്കി അണികളുണ്ടല്ലോ, ഇവരെങ്ങോട്ടേക്ക് ചേക്കേറും? SDPIയിലേക്ക്. ഇതേ സ്വഭാവത്തോടുകൂടി ഇടതുകാലിലെ മന്ത് വലതുകാലിലുണ്ട്. ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. PFI SDPIക്ക് പിന്നെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എന്നുള്ള രജിസ്ട്രേഷനും ഉണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് റദ്ദാക്കാൻ കഴിയും. ഇത്തരത്തിൽ ഏത് കൊലകൊമ്പൻ പാർട്ടികളാണെങ്കിൽ പോലും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാൻ കഴിയും. അല്ല, ഇതിനകത്ത് രജിസ്ട്രേഷൻ റദ്ദാക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അതിൽ ഉള്ളതായിട്ടുള്ള വായിച്ചെടുക്കാവുന്ന ഒരു അലിഖിത നിയമം തന്നെയാണ് രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ നിരോധിക്കാം. അതിപ്പോൾ ഏത് പാർട്ടി ആയാലും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും, രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ, ഇത് രാജ്യത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു, കേരളത്തിലെ നല്ല ജനങ്ങളെ മുഴുവൻ ഭീതിയിലാഴ്ത്തുന്നു, വിദേശത്ത് നിന്ന് പണം വന്ന് കുമിഞ്ഞു ചാടുന്നു, ഈ പണം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ തകർക്കാനായിട്ടുള്ള, അതുപോലെ തന്നെ മതവിദ്വേഷ പരാമർശം നടത്തുന്നു, മറ്റു മതങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് അവരെ ഇല്ലായ്മപ്പെടുത്താനുള്ള ശ്രമം ഒക്കെ നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ കൂട്ടു നിൽക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഫൈസിയെ തന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ LDFിലുള്ള ആരും ഇതിന് പ്രതിഷേധിച്ചില്ല. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച സമയത്ത് ആദ്യം എല്ലാവരും പ്രതിഷേധിച്ചു. അത് ജനാധിപത്യ ധ്വംസനമാണ്, ഇത് മോദിയുടെ ഭരണകൂട ഭീകരതയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർക്കൊക്കെ കാര്യം പിന്നീട് മനസ്സിലായി. SDPIക്കാരുടെയും റെയ്ഡും അറസ്റ്റും ഒക്കെ നടത്തിക്കഴിഞ്ഞാൽ പ്രതിഷേധിച്ചാൽ വിവരം അറിയും. UDFിലുള്ളവരും പ്രതിഷേധിച്ചില്ല. ഇവരിൽ നിന്ന് പ്രതിഷേധം വരാത്തതും ഇവർക്കിപ്പോൾ അരിശമായി തീർന്നിരിക്കുകയാണ്. ആവശ്യങ്ങൾക്കെല്ലാം ഞങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട്, എന്നിട്ട് ഇപ്പോൾ ഞങ്ങളുടേതായ ആവശ്യം വന്നപ്പോൾ ഒരു പ്രതിഷേധ കുറിപ്പ് പോലും ഇറക്കാനായിട്ട് ഈ മുന്നണികൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്തിന്? ഇവർക്കൊക്കെ തന്നെ സാംസ്കാരിക നായകന്മാരുണ്ടല്ലോ. ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് സാംസ്കാരിക നായകന്മാരുണ്ട്. അവർ പോലും ഇതിനകത്ത് ഒരു പ്രതിഷേധവും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. സാംസ്കാരിക നായകന്മാർ പ്രതിഷേധം രേഖപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അത് LDFിൻ്റെ ആണ്, AKE സെൻറ്ററിൽ നിന്ന് അറിയിപ്പ് വരണം. എന്നാലേ ഈ സാംസ്കാരിക നായകന്മാരുടെ ഒക്കെ വാ തുറക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് വിദേശ ഫണ്ടിങ് ഇവിടെ നടക്കുന്നത്. അതാണ് ഈ പാലക്കാട്ട്, അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളും പറയുന്നില്ലേ, ഇവിടെയൊക്കെ കോട്ടയം, ഈരാറ്റുപേട്ടയൊക്കെ ഇവരുടെ ഒരു കേന്ദ്രമല്ലേ. PC ജോർജിന്റെ ഇടങ്ങളിലൊക്കെ PC ജോർജിന് ഇവരുടെ സ്വഭാവം ശരിയാവണ്ണം മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം അവർക്കെതിരെ തിരികെ ചെയ്തത്. ഫൈസിയെ അറസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് SDPI പ്രതിഷേധം നടത്തിയത് തന്നെ പെരുമ്പാവൂരാണ്. മലപ്പുറത്തോ പാലക്കാടോ അല്ലെങ്കിൽ കോഴിക്കോടോ തൊട്ടടുത്തൊന്നും അല്ല നടത്തിയത്. പെരുമ്പാവൂര് നമ്മളിത് മുമ്പ് ചർച്ച ചെയ്തതാണ്. അതെ. പെരുമ്പാവൂർ എന്ന് പറഞ്ഞാൽ ഇവരേ ഉള്ളൂ, അവിടെ മലയാളികളില്ല. ഇപ്പം പെരുമ്പാവൂരിലെ അത് ബംഗാളികളുടെ ഒരു കേന്ദ്രം. ഭയമുണ്ട്, SDPIക്ക് ഭയമുണ്ട്. സംശയം എന്ത്? കാരണം പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻനിര നേതാക്കന്മാരെല്ലാം അകത്ത് കിടക്കുകയല്ലേ. SDPIക്കാരെയും പിടിച്ചകത്താക്കും എന്നുള്ളത് ഇവർക്ക് നന്നായിട്ട് അറിയാം എന്നുള്ളതാണ്. പണ്ട് VS അച്യുതാനന്ദൻ പറഞ്ഞതാണ്, ഇത് കേരളത്തില് ഇത്തരത്തിലുള്ള ഈ ഭീകരവാദികളുടെ, മതതീവ്രവാദികളുടെ ഒരു കേന്ദ്രമായി മാറുകയാണ്. ഇവരുടെ ലക്ഷ്യം 2047 അതോടുകൂടി ഇന്ത്യ ഒരു ഇസ്ലാം രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ് അവർ ഉന്നം വെച്ചിരിക്കുന്നത്. കേരളം അതിന് വളം വെച്ച് കൊടുക്കരുത് എന്നുള്ള രീതിയിൽ വർഷങ്ങൾക്ക് മുമ്പ് VS പറയുകയും ചെയ്തു എന്നുള്ളതാണ്. അന്ന് അതൊന്നും വേണ്ട തരത്തിൽ മുഖവിലേക്ക് എടുക്കാതെ പോയി. ഇപ്പോഴെന്താ,
കേന്ദ്രത്തിന് തന്നെ നേരിട്ട് ഇറങ്ങേണ്ടിയും വന്നു എന്നുള്ളതാണ്.